പ്രൈസ് ദ ലോർഡ്. എൻ്റെ പേര് രേഖ. ഞാൻ കോഴിക്കോട് ജില്ലയിൽ തിരുവമ്പാടി എന്ന സ്ഥലത്ത് നിന്ന് വരുന്നു. ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് 2023 ജനുവരി 28 ഈ ഒരു കൃപാസനത്തെ പറ്റിയും ഉടമ്പടിയെ പറ്റിയും അതിൻ്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങളെ പറ്റിയും ഞാൻ അറിഞ്ഞത് എൻ്റെ ഭർത്താവിൻ്റെ ചേച്ചിയിൽ നിന്നാണ്. ചേച്ചിയാണ് ആദ്യമായി ഇവിടെ വന്ന് 2022 ഡിസംബർ 12 ഇവിടുന്ന് ഉടമ്പടി എടുത്ത് വന്നത്. അന്ന് മുതലാണ് ഞങ്ങൾ കാര്യം സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൃപാസനത്തെ പറ്റി ഞങ്ങളെ വീട്ടിൽ ഇങ്ങനെ ഒരു കാര്യമുണ്ട്, ഇങ്ങനെ ഒരു മാതാവുണ്ട്, ഇത്രയും അനുഗ്രഹങ്ങൾ വാരിച്ചൊരിയുന്ന ഒരു മാതാവിനെ പറ്റി കൂടുതൽ നല്ല ആദ്യമായി ഞങ്ങൾ അറിഞ്ഞത് അന്നാണ്. ചേച്ചി എല്ലാ കാര്യങ്ങളും ഇവിടെ ഈ ഒരു കൃപാസനത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും വീട്ടിൽ വന്ന് എല്ലാ ദിവസവും എന്ന പോലെ വീട്ടിലെല്ലാവരോടും പറയാറുണ്ട്. കാരണം അത്രയും ഇഷ്ടത്തോടു കൂടിയാണ് ചേച്ചി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത്, അത് വീട്ടിൽ വന്ന് പറയാറുള്ളതും. പക്ഷേ ആ സമയത്ത് ഞാനത് കേൾക്കാറുണ്ട്, നമ്മളുടെ അൺകോൺഷ്യസ് മൈൻഡിൽ അതുണ്ട്. പക്ഷേ കോൺഷ്യസ് ആയിട്ട് ഞാനതൊന്നും ശ്രദ്ധിച്ചിരുന്നില്ല. ഉടമ്പടി എന്നുള്ള വാക്ക് കേട്ടിട്ടുണ്ട്, പ്രേക്ഷിത പ്രവർത്തനങ്ങൾ എന്ന് കേട്ടിട്ടുണ്ട്, പക്ഷേ അത് എന്താണ് എന്നുള്ള കാര്യങ്ങളൊന്നും ഞാൻ കൂടുതലായിട്ട് ചേച്ചിയോട് ചോദിച്ചതോ അന്വേഷിച്ചതോ ഒന്നുമില്ല. കാരണം ഞാൻ ആ സമയത്ത് ഭയങ്കരമായിട്ടുള്ളൊരു ടെൻഷനിലായിരുന്നു. എൻ്റെ 3 വർഷമായിട്ട് ഭയങ്കരമായിട്ടുള്ളൊരു വിഷമത്തിലായിരുന്നു. ഞാൻ KMCT ആയുർവേദ മെഡിക്കൽ കോളേജിൽ PRO ആയിട്ടാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ റിസൈൻ ചെയ്തു. ആ സമയത്ത് എൻ്റെ ഭർത്താവിന് 3 വർഷമായിട്ട് ജോലി ഇല്ലാതെ നാട്ടിലായിരുന്നു. ഗൾഫിലാണ് ജോലി ഉണ്ടായിരുന്നത്. 10 വർഷത്തോളം അവിടെയായിരുന്നു. അവിടുത്തെ ചില പ്രശ്നങ്ങൾ കാരണം അവിടെ നിർത്തി വരേണ്ടി വന്നു. നാട്ടിൽ വന്ന് കുറേ ജോലികൾക്ക് ശ്രമിച്ചു, പല ജോലികൾക്കും ശ്രമിച്ചു, പക്ഷേ ഒന്നും അങ്ങോട്ട് റെഡിയായി വന്നില്ല. അപ്പോൾ എൻ്റെ ഈ ഒരു ശമ്പളം കൊണ്ട് മാത്രം നമുക്ക് ഒരിക്കലും ജീവിക്കാൻ പറ്റിയില്ല. 2 മക്കളാണുള്ളത്, അച്ഛൻ അമ്മ അവരെ കൂടെയാണ് ഞങ്ങൾ താമസിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടൊന്നും എവിടെ എത്താതിരുന്ന ആ ഒരു സമയത്ത് കുറേ ജോലികൾ അന്വേഷിച്ചു, കുറേ വഴികൾ അന്വേഷിച്ചു. അവസാനം ഞങ്ങൾ പുറത്തേക്ക് പോകാനുള്ള ഒരു തീരുമാനത്തിലെത്തി. ഗൾഫിലേക്ക് നോക്കുന്ന സമയത്ത് അവിടെയും ഭയങ്കര പ്രശ്നങ്ങളാണ്. ദുബായ് ആണെങ്കിലും ഖത്തറാണെങ്കിലും ഏത് രാജ്യം ഏതൊരു ഗൾഫിൽ സ്ഥലം എടുത്തു നോക്കിയാലും അവിടെ എല്ലാം ഭയങ്കര പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. കൊറോണയുടെ ടൈമായിരുന്നു, അതും അവിടെ ഒരു വില്ലനായി വന്നു. അപ്പോൾ ഭയങ്കര ഡെസ്പായിട്ട് നിൽക്കുന്ന ഒരു സമയത്താണ് ചേച്ചി ഉടമ്പടി എടുത്ത കാര്യം വന്ന് പറയുന്നത്. അപ്പം ഞാൻ ജസ്റ്റ് ആ ഒരു ടെൻഷനിലായപ്പോൾ കൂടുതലൊന്നും ഞാൻ അന്വേഷിച്ചതുമില്ല. പക്ഷേ ഒരു ദിവസം ഉടമ്പടി എടുത്ത് 2 മാസം കഴിഞ്ഞപ്പോൾ ചേച്ചി മെഴുകുതിരി കഴിഞ്ഞു പോയി, അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോവുകയാണ്, നാളെ എറണാകുളത്ത് പോവുകയാണ്, ഇവിടെ കൃപാസനത്തിലേക്ക് വരുന്നുണ്ട് എന്ന് പറഞ്ഞ് ഞങ്ങളടുത്തേക്ക് വന്നു. ചേച്ചിക്ക് വരേണ്ട ഒരു ആവശ്യമില്ല, പക്ഷെ അത് പറയാനായിട്ട് മാത്രം ഞങ്ങളെ വീട്ടിലേക്ക് വന്നു. വന്ന ഒരു സെക്കൻഡിൽ അത് എന്നോട് പറഞ്ഞ് കഴിയുന്നതിൻ്റെ മുന്നേ ഞാൻ അങ്ങോട്ട് ചോദിച്ചു, ചേച്ചി ഞങ്ങൾ കൂടെ ഒന്ന് വരട്ടെ, കാരണം ഇങ്ങനൊരു മാതാവ് ഞങ്ങളെ സഹായിക്കും എന്ന് എനിക്ക് മനസ്സിൽ എന്തോ ഒരു ഉൾവിളി തോന്നിയ ആ ഒരു സെക്കൻഡ് കൊണ്ടാണ് ഞാൻ ചോദിച്ചത് ചേച്ചിയോട്, ഞങ്ങളും കൂടെ വന്നോട്ടെ. അപ്പം തന്നെ ചേച്ചിക്ക് ആകെ അത്ഭുതമായി. കാരണം അവർ കാരണം ഒരാൾ കൂടെ ഈ ഒരു കൃപാസനത്തിലേക്ക് വരിക, അമ്മയുടെ അനുഗ്രഹം കിട്ടുക എന്നുള്ളത് ഏറ്റവും വലിയൊരു കാര്യമായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഞാൻ അമ്മയിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. കാരണം ഞാൻ പഠിച്ചതെല്ലാം ക്രിസ്ത്യൻ കോളേജുകളിലാണ്. അവിടെ എല്ലാം ഈ മാതാവും ഈ കൊന്തയെല്ലാം ഞാൻ ഇട്ട് നടക്കുമായിരുന്നു കോളേജ് പഠിക്കുന്ന സമയത്ത്. അത്രയും എനിക്ക് ഇഷ്ടമായിരുന്നു. അപ്പോൾ ആ ഒരു സെക്കൻഡ് കൊണ്ട് ഞാൻ ആ ചോദിച്ച ചോദ്യത്തിൽ അടുത്ത ദിവസം ഞങ്ങൾ ബസ് ടിക്കറ്റ് എടുത്ത് ഞങ്ങൾ ഇങ്ങോട്ട് വന്നു. ഇവിടെ വന്നാൽ ഉറപ്പായും ഞങ്ങൾക്കൊരു വഴി കിട്ടും എന്ന് എനിക്ക് 100% ഉറപ്പുള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇറങ്ങി തിരിച്ചത്. അങ്ങനെ ഇവിടെ വന്നു, ഉടമ്പടി എടുത്തു. എന്താണ് ഉടമ്പടി എന്നുള്ള കാര്യങ്ങളെല്ലാം ചേച്ചി വരുന്ന വഴിയെ എനിക്ക് എല്ലാം പറഞ്ഞു തന്നിരുന്നു. എന്താണ് ഉടമ്പടി, പ്രേക്ഷിത പ്രവർത്തനങ്ങൾ എന്തെല്ലാമാണ്. ഞങ്ങൾ ഹിന്ദു മതത്തിൽപ്പെട്ട ആളുകളാണ്, അതുകൊണ്ട് ഈ പ്രാർത്ഥനകൾ കൂടുതലായിട്ടൊന്നും അറിയില്ല. അപ്പോൾ എന്തൊക്കെയാണ് പ്രാർത്ഥിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളെല്ലാം ചോദിച്ച് മനസ്സിലാക്കി ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഞങ്ങൾക്ക് ക്ലാസ് വഴി കിട്ടി. ഉടമ്പടി എടുക്കുന്ന സമയത്ത് ക്ലാസ്സിലൂടെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് വിശദമായിട്ട് കിട്ടി. അത് കഴിഞ്ഞ് ഞാൻ ഇവിടുന്ന് പോകുന്ന സമയത്ത് ഞാൻ ഇവിടെ മാതാവിനോട് പറഞ്ഞു പോയതാണ്, ഞാൻ ഈ വിചാരിക്കുന്ന കാര്യങ്ങൾ ഒരു നിയോഗം മാത്രമല്ല, കാരണം പല കാര്യങ്ങളും ഉണ്ട്, വിഷമങ്ങളും ഉണ്ട്, മനസ്സിൽ നടക്കാത്ത പല കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ അത് ഏതെങ്കിലും 1-2 എനിക്ക് സാധിച്ച് കിട്ടുകയാണെങ്കിൽ ഞാൻ ഇവിടെ വന്ന് ഈ മാതാവിൻ്റെ മുമ്പിൽ വെച്ച് ഞാൻ ഈ സാക്ഷ്യം ഞാൻ പറയും എന്നുള്ള ഉറച്ച വിശ്വാസത്തിലാണ് ഞാൻ ഇവിടുന്ന് ഇറങ്ങിപ്പോയത്. ഞാൻ ഉടമ്പടി എടുത്തിട്ട് 5 മാസം ആവുന്നതേ ഉള്ളൂ.
അപ്പോൾ ഇത്രയും പെട്ടെന്ന് ഞാൻ വെച്ച നിയോഗത്തിൽ 4 കാര്യങ്ങൾ എനിക്ക് ശരിയായി വന്നത്. അത് ഒരിക്കലും അധിക പേർക്കും കിട്ടിയിട്ടുണ്ടാവില്ല എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. കാരണം അത്രയും ഞാൻ ആ ഒരു പ്രേക്ഷിത പ്രവർത്തനം ചെയ്യണം, പ്രാർത്ഥിക്കണം, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യണം, ഇങ്ങനെയുള്ള കുറേ ഉടമ്പടികളുടെ പുറകിൽ കുറേ കാര്യങ്ങളുണ്ട്. അതിലെല്ലാം ഞാൻ മുഴുവനായിട്ടൊന്നും ചെയ്തിരുന്നില്ല തുടക്കത്തിൽ. കാരണം തുടക്കമാണ്. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളിലെല്ലാം കൂടുതൽ ഞാൻ അതുമായിട്ട് അങ്ങോട്ട് പൊരുത്തപ്പെട്ടില്ല. പ്രാർത്ഥിക്കും, പക്ഷെ ചില ദിവസം വിട്ടുപോകുന്ന ദിവസം ഞാൻ അടുത്ത ദിവസം ശരിയാക്കാമെന്ന് വിചാരിക്കും. ചിലപ്പോൾ അടുത്ത ദിവസം ഞാൻ കറക്റ്റ് പ്രാർത്ഥിക്കും. പക്ഷെ അധികം ഫസ്റ്റത്തെ ഉടമ്പടി ആ 3 മാസക്കാലം കുറച്ച് പകുതി ഒരു 3/4 ഭാഗം ഞാൻ ശരിക്കും ചെയ്തു, പക്ഷെ 1/4 ഭാഗം ഞാൻ വിട്ടു. അറിഞ്ഞുകൊണ്ട് ഒരിക്കലും വിട്ടതല്ല, അതങ്ങനെ വിട്ടുപോയി, ആ ഒരു തിരക്കിനിടയിൽ വിട്ടുപോയി. പക്ഷെ ഞാൻ കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്തിരുന്നു. ഞാൻ അടുത്ത സമയം തന്നെ പാലിയേറ്റീവിൽ പോയി ജോയിൻ ചെയ്തു. തൊട്ടടുത്തുള്ള പാലിയേറ്റീവ് ഉണ്ട് വീടിൻ്റെ അടുത്ത്, അവിടെ പോയി ജോയിൻ ചെയ്തു. അവിടെ കഷ്ടതകൾ അനുഭവിക്കുന്ന എത്രയോ അധികം ആളുകളുണ്ട്. ആ പാലിയേറ്റീവിൽ വർക്ക് ചെയ്യുന്നവരെ തന്നെ നമ്മൾ കൈ കൂപ്പി തൊഴണം. കാരണം അവരാണ് അവരുടെ ദൈവങ്ങൾ. ആ രോഗികളെ ദൈവങ്ങളാണ് അവർ. അത്രയും സ്നേഹത്തോടെയും വാത്സല്യത്തോടെയുമാണ് അവർ നോക്കുന്നത്, അതും ഒരു പൈസ കൂടെ വാങ്ങാതെ. അപ്പോൾ അവരുടെ കൂടെ വർക്ക് ചെയ്യുന്നതിലൂടെ മനസ്സിന് ഭയങ്കരമായിട്ട് എന്തോ ഒരു സന്തോഷം വന്നു. മനസ്സറിഞ്ഞു തന്നെയാണ് എല്ലാ പ്രേക്ഷിത പ്രവർത്തനങ്ങളും ചെയ്തത്. ആ പത്രം കൊടുക്കൽ വരെ, തുടക്കത്തിൽ പത്രം കൊടുത്തത് നമ്മൾ അയ്യോ എങ്ങനെയെങ്കിലും ഈ പത്രം എങ്ങനെയാ ഇപ്പം തീരുക എന്നുള്ളതൊക്കെ മനസ്സിലുണ്ടായിരുന്നു, അതെല്ലാം മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ അടുത്ത ദിവസം പേപ്പർ കൊടുക്കാൻ, അടുത്ത പ്രാവശ്യം പേപ്പർ വാങ്ങിച്ച് കൊടുക്കാൻ തുടങ്ങിയപ്പോൾ അത് മനസ്സറിഞ്ഞാണ് കൊടുത്തത്. ഞങ്ങൾ മെഡിക്കൽ കോളേജിൽ പേഷ്യൻസിൻ്റെ അടുത്ത് പോയിട്ടാണ് ഞങ്ങൾ പേപ്പർ കൊടുത്തത്. കാരണം അവരെങ്കിലും ആ ഒരു സാക്ഷ്യങ്ങൾ, നമ്മുടെ ആ പേപ്പറിൽ കൊടുത്തിട്ടുള്ള സാക്ഷ്യങ്ങൾ, ആ കിടക്കുന്ന രോഗികൾ, മരിക്കാൻ കിടക്കുന്ന എത്രയോ രോഗികളുണ്ടാവും. മെഡിക്കൽ കോളേജാണ്, അത്യാഹിത വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ അടുത്തേക്കാണ് ഞങ്ങൾ പോയിരിക്കുന്നത്. അവിടെ പുറത്തിരിക്കുന്ന വെയിറ്റ് ചെയ്യുന്നവരുടെ അടുത്തേക്കാണ് പോയത്. ഈ ഒരു സാക്ഷ്യങ്ങൾ വായിക്കുമ്പോൾ പകുതി ആളുകൾക്കെങ്കിലും എന്തായാലും ഒരു ആശ്വാസം ഉണ്ടാവുമെന്ന് ഉറപ്പാണ്. അങ്ങനെ പലരും ഞങ്ങളോട് തിരിച്ച് ചോദിച്ചു, ഇത് എവിടെയാണ് സ്ഥലം, എന്താണ് കാര്യങ്ങൾ എന്ന് തിരിച്ച് ഒരു 5-6 പേരെങ്കിലും ഞങ്ങളോട് ചോദിച്ചിട്ടുണ്ട്. ഞങ്ങൾ അത് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞും കൊടുത്തു. അതിന് ഞങ്ങൾക്ക് വലിയൊരു സന്തോഷം, അത്രയെങ്കിലും ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റിയല്ലോ എന്നുള്ളൊരു സന്തോഷം. അപ്പോൾ ആ ജോലി കിട്ടാത്ത ആ ഒരു സമയത്തായിരുന്നു ചേച്ചീൻ്റെ വഴി ഞാനിവിടെ എത്തിയത്. അതിനുശേഷം ഞാൻ ഒരു 3 വർഷം മുമ്പേ കാനഡയിലേക്ക് പോകാൻ വേണ്ടി നോക്കി, ഈ ജോലി ഇല്ലാത്ത ഈ ഒരു സമയത്ത്. പക്ഷേ കാനഡ, UK, ഓസ്ട്രേലിയ എന്നൊക്കെ പറയുന്നത് എൻ്റെ ഭാഗത്ത് നോക്കുന്ന സമയത്ത് എനിക്ക് ഒരിക്കലും എത്തിപ്പെടാൻ പറ്റാത്തതാണ്. കാരണം ഫിനാൻഷ്യലി ഞാൻ പേഴ്സണലി, ഹസ്ബൻഡിൻ്റെ ഫീൽഡല്ല, ഞാൻ പേഴ്സണലി ഫിനാൻഷ്യലി അവിടേക്കൊന്നും എത്തിപ്പെടാൻ ഒരു ചാൻസും ഇല്ല. എഡ്യൂക്കേഷൻ കൊണ്ട് മാത്രം മുന്നിൽ നിൽക്കുന്നവരാണ്. പക്ഷെ ഫിനാൻഷ്യലി ഞാൻ അത്ര പോരായിരുന്നു. പക്ഷേ ഹസ്ബൻഡിൻ്റെ വീട്ടുകാർ ഫിനാൻഷ്യലി ഓക്കെയാണ്. അപ്പോൾ ആ വഴി ഞാൻ അന്വേഷിച്ച് പോയി, നല്ലൊരു ഏജൻസി അന്വേഷിച്ച് പോയ സമയത്ത് എനിക്കിപ്പോഴും 100% ഞാൻ വിശ്വസിക്കുന്നു മാതാവാണ് ആ ഒരു ഏജൻസീനെ എൻ്റെ മുമ്പിലേക്ക് എത്തിച്ചത്. അതിപ്പോഴും ഞാൻ വിശ്വസിക്കുകയാണ്. കാരണം എൻ്റെ ആ ഒരു തിരഞ്ഞെടുക്കലിലാണ് ഇപ്പം ഞങ്ങൾ ടിക്കറ്റ് വരെ എടുത്ത് ഞങ്ങൾ ഈ മാസം പോകാനിരിക്കുന്നത്. ഇപ്പം പലരും ചതിക്കപ്പെടുന്ന സമയമാണ്. UK-ലേക്കാണെങ്കിലും കാനഡയിലേക്കാണെങ്കിലും ഒക്കെ പോകുമ്പോൾ ചതിക്കപ്പെടുന്ന സമയമാണിപ്പോൾ. അപ്പോൾ അങ്ങനെ ഞങ്ങൾക്കൊരു നല്ലൊരു ഏജൻസീനെ കിട്ടി. അതിൻ്റെ പുറകെ ഞങ്ങൾ പോയി. കുറേ പ്രശ്നങ്ങൾ, കുറേ പ്രോബ്ലംസ് അതിൻ്റെ ഇടയ്ക്ക് വന്നിരുന്നു. പക്ഷെ അതെല്ലാം, ഓരോ പ്രോബ്ലംസ് വരുമ്പോഴും മാതാവിനെ ഈ ഒരു ഉടമ്പടിയുടെ ഈ ഒരു കാശുരൂപം പിടിച്ച് പ്രാർത്ഥിക്കും. മാതാവേ ഞങ്ങൾക്കൊരു വഴി കാണിച്ചു തരണേ എന്നുള്ളൊരു ആ ഒരു പ്രാർത്ഥന, മനസ്സുരുകിയിട്ടുള്ളൊരു പ്രാർത്ഥനയുണ്ട്. ആ ഒരു പ്രാർത്ഥനയിൽ ആ തടസ്സങ്ങളെല്ലാം നീക്കി. കുറേ പേർക്ക് വിസ റിജക്ഷൻ വരുന്ന സമയമാണ്, കുറേ പ്രശ്നങ്ങളാണ് UK, കാനഡ എല്ലാ സ്ഥലങ്ങളിലേക്കും. പക്ഷെ ഞാൻ തിരഞ്ഞെടുത്ത വഴിയല്ല എനിക്ക് അമ്മ തന്നിരിക്കുന്നത്. ഞാൻ കാനഡ തിരഞ്ഞു പോയി, പക്ഷെ അതിലും വലിയ UK ആണ് എനിക്ക് സെലക്ട് ചെയ്ത് തന്നിരിക്കുന്നത്. ഞാൻ ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ നടക്കില്ല എന്ന് 100% ഞാൻ വിചാരിച്ചൊരു കാര്യമാണ് ഇപ്പം എനിക്ക് മാതാവ് സാധിച്ചു തന്നിരിക്കുന്നത്. അതിൽ ഞാൻ സന്തോഷം എന്ന് പറഞ്ഞാൽ എനിക്ക് അതിൻ്റെ അപ്പുറത്തേക്ക് എനിക്ക് പറയാനില്ല. അതിൽ കൂടുതൽ എനിക്ക് മാതാവിൻ്റെ രൂപത്തിൽ സത്യത്തിൽ വന്നു കഴിഞ്ഞത് എൻ്റെ ഹസ്ബൻഡിൻ്റെ ചേച്ചിയാണ്. അവരില്ലായിരുന്നെങ്കിൽ, അവരിവിടെ ഉടമ്പടി എടുത്തില്ലായിരുന്നെങ്കിൽ ഞാനിവിടെ എത്തില്ല. എൻ്റെ ഈ ഒരു ആഗ്രഹമൊന്നും ഒരിക്കലും സാധിക്കില്ല, ഈ ഒരു വഴി തെളിഞ്ഞ് എനിക്ക് കിട്ടുകയില്ല. അപ്പോൾ അവർക്കും കൂടെ ഒരു ചാൻസ് ആയിട്ട്, അവർക്കും കൂടെ ഞങ്ങളുടെ കൂടെ, ഞങ്ങൾ 2 പേരും ഒരുമിച്ചാണ് പോകുന്നത്. UK-ലേക്കാണ് പോകുന്നത്. എല്ലാ പേപ്പറുകളും എല്ലാം റെഡിയായി. ഇന്നലെ ഞങ്ങളുടെ വിസ വന്നു. പക്ഷേ ഞങ്ങൾ ഒറ്റയ്ക്കല്ല പോകുന്നത്, അതും വലിയൊരു കാര്യമാണ്. ഞങ്ങൾ ഫാമിലി ആയിട്ടാണ് പോകുന്നത്. അത് വളരെയധികം സന്തോഷമുള്ളൊരു കാര്യമാണ്. ഒറ്റയ്ക്ക് പോകുന്നതിനേക്കാളും കൂടുതൽ മക്കളുണ്ട്, ഹസ്ബൻഡ്, അവരെല്ലാം ഇവിടെ വിട്ടു പോകാമെന്ന് പറഞ്ഞാൽ വളരെ സങ്കടകരമായ ഒരു കാര്യമാണ്. അപ്പോൾ ഫാമിലി വിസയാണ് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പം ഞങ്ങളുടെ 2 പേരുടെ വിസ വന്നു, ഹസ്ബൻഡും മക്കളുടെയും വന്നില്ല.
അപ്പോൾ അതൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. ഇന്നലെ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഞാൻ എല്ലാവരുടെ വിസയും വന്നിട്ടാണല്ലോ ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യം പറയാമെന്ന് വിചാരിച്ചത്. പക്ഷേ എനിക്ക് പറ്റില്ലേ, എന്താ ഇപ്പം ചെയ്യാമെന്ന് വിചാരിച്ച ആ ഒരു ചെറിയൊരു വിഷമത്തിലാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അത് റിജക്റ്റ് ആവോ, എന്തെങ്കിലും പ്രശ്നം വരുമോ? കാരണം ഞങ്ങൾ ടിക്കറ്റ് എടുത്തു, ഞങ്ങളുടെ വിസ വന്ന ഉടനെ തന്നെ ഞങ്ങൾ ടിക്കറ്റ് എടുത്തു. കാരണം ടിക്കറ്റിൻ്റെ റേറ്റ് കൂടി വരികയാണ്. അപ്പോൾ എല്ലാം വിറ്റ് പെറുക്കിയിട്ടാണ് ഞങ്ങൾ ഇവിടുന്ന് പോകുന്നത്. കാറും സ്ഥലം എല്ലാം പണയം വെച്ച് കാറ് വിറ്റു, ഗോൾഡ് വിറ്റു, എല്ലാം വിറ്റ് പെറുക്കിയിട്ടാണ് ഞങ്ങൾ ഇവിടുന്ന് പോകുന്നത്. അങ്ങനെ പോയി രക്ഷപ്പെടാൻ മാതാവ് അനുഗ്രഹിക്കുന്ന ഉറപ്പുള്ളതുകൊണ്ട്. അപ്പോൾ ഇനി ഈ വിസേൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും റിജക്ഷൻ വരുമോ എന്നുള്ള ഭയങ്കര ടെൻഷനായിരുന്നു. 20-ാം തീയതിക്കാണ് ഞങ്ങൾ ടിക്കറ്റ് എടുത്തത്. അതിൻ്റെ മുന്നേ ഞങ്ങൾക്ക് വിസ കിട്ടണം. വിസ കിട്ടാതെ ഒരിക്കലും ടിക്കറ്റ് എടുക്കരുതെന്ന് അവർ പറഞ്ഞിരുന്നു. പക്ഷേ ഞങ്ങൾ ഈ ടിക്കറ്റിൻ്റെ റേറ്റിൻ്റെ കാര്യത്തിൽ പ്രശ്നമായതുകൊണ്ട് ടിക്കറ്റ് എടുത്തു പോയി. ഇങ്ങോട്ട് ഇന്നലെ വൈകിട്ട് വരുന്നതിൻ്റെ ഒരു 10 മിനിറ്റ് മുന്നേ, വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല, ആ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിൻ്റെ 10 മിനിറ്റ് മുന്നെയാണ് ഞങ്ങൾക്ക് കോള് വന്നത്, ഇവരുടെ വിസ എറണാകുളത്ത് നിന്ന് കോഴിക്കോടേക്ക് ഡിസ്പാച്ച് ആയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട്. അതിലും വലിയ സന്തോഷം വേറെ പറയാനൊന്നും ഇല്ല. കാരണം എല്ലാവരുടെയും വിസയും വന്നു. ഓൾറെഡി ഞങ്ങൾ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞു, എല്ലാവരുടെ വിസയും വന്നു. എനിക്കിവിടെ വന്ന് ഈ ഒരു സാക്ഷ്യം പറയാനും പറ്റി. അപ്പോൾ വിശ്വസിക്കുന്നവർക്ക്, മാതാവിനെ സ്നേഹിക്കുന്നവർക്ക് ഒരിക്കലും മാതാവ് കൈവിടില്ല. പക്ഷെ അത് ജെനുവിൻ ആയിട്ടുള്ള സ്നേഹമായിരിക്കണം. ഒരിക്കലും നമ്മളൊരു കടമ ചെയ്യുന്ന പോലെ ഒരിക്കലും നമ്മൾ ചെയ്യരുത്. കുറേ നിയോഗങ്ങൾ ഞാൻ വെച്ചിരുന്നു, അതിൽ 4 എണ്ണമാണ് എനിക്ക് ശരിയായത്. പക്ഷേ മറ്റു 2 ശരിയായില്ലെങ്കിലും കുഴപ്പമില്ല, അത് ശരിയാക്കുമെന്ന് എനിക്ക് ഉറച്ച വിശ്വാസമുണ്ട്. രണ്ടാമത്തെ കാര്യം ഈ ചേച്ചിയുടെ കാര്യം തന്നെ. അവരും കുറച്ച് വർഷങ്ങൾക്ക് മുമ്പേ കാനഡയിലേക്ക് പോകാൻ നിന്നിരുന്നതാണ്. IELTS കോച്ചിങ്ങിന് വരെ പോയി. പക്ഷേ കുറേ സാഹചര്യങ്ങൾ കൊണ്ട്, ഫാമിലി ഇഷ്യൂസ് കൊണ്ട് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തു. പക്ഷേ അവർ വെച്ച ഉടമ്പടിയിലെ ഒരു നിയോഗം എൻ്റെതായിരുന്നു. ആ ഒരു നിയോഗം കൊണ്ട് മാത്രമായിരിക്കും ചിലപ്പോൾ ഞാനിവിടെ എത്തിപ്പെട്ടത്. ഞാൻ വെച്ച ഉടമ്പടിയിലെ ഒരു നിയോഗം ചേച്ചിയുടേതായിരുന്നു. അവരും കൂടെ വരാൻ പറ്റണേ എന്നുള്ള ഒരു നിയോഗമായിരുന്നു ഞാനും വെച്ചിരുന്നത്. ഇപ്പോൾ 2 പേർക്കും കൂടിയാണ് പോകാൻ പറ്റിയിരിക്കുന്നത്. 2 പേരുടെ ഫാമിലിയും കൂടിയാണ് ഈ 20-ാം തീയതി UK ഞങ്ങൾ പോകാനിരിക്കുന്നത്. അപ്പോൾ ആ ഒരു കാര്യം ഞങ്ങൾ സാധിച്ചു തന്നു. അതും വലിയൊരു സന്തോഷം. പിന്നെ ഹസ്ബൻഡിൻ്റെ കാര്യത്തിൽ, ജോലീൻ്റെ കാര്യത്തിൽ ഹസ്ബൻഡും വരുന്നുണ്ട്. അവർക്കും അവിടെ ഡിപ്പെൻഡൻറ്റ് വിസയാണ്, അതുകൊണ്ട് അവർക്കും അവിടെ ഒരു ജോലി കിട്ടും. അപ്പോൾ എന്നും ഈ ഒരു ഉടമ്പടി പുതുക്കിയതിന് ശേഷം എന്നും ഞാൻ 5:30 തന്നെ എണീക്കാൻ ശ്രമിക്കും. മിക്കവാറും 5:30 തന്നെ എണീക്കാൻ ശ്രമിക്കും. എൻ്റെ വീട്ടിൽ റേഞ്ച് ഇല്ല, അതുകൊണ്ട് ഓൺലൈനായിട്ടൊന്നും കേൾക്കാനും ധ്യാനങ്ങളൊന്നും കേൾക്കാൻ കഴിയില്ല. അപ്പോൾ പുറത്ത് പോകുന്ന സമയത്ത് മാത്രമേ ഡൗൺലോഡ് ചെയ്ത് കേൾക്കാൻ കഴിയുള്ളൂ. എന്നാലും ധ്യാനങ്ങൾ മിക്കവാറും ഒറ്റ ധ്യാനം ഞാൻ ഇതുവരെ മുടക്കിയിട്ടില്ല ഈ 2ാമത്തെ ഉടമ്പടി പുതുക്കിയതിന് ശേഷം. അത് ഞാൻ ലേറ്റായിട്ടാണെങ്കിലും കാണാറുണ്ട്. രാവിലെയും വൈകിട്ടും പ്രാർത്ഥന ചൊല്ലാറുണ്ട്. വിശ്വാസ പ്രമാണം ചൊല്ലിയിട്ടാണ് ഞാൻ, ഉടമ്പടി തൈലം എടുത്തിട്ടാണ് ഞാൻ നെറ്റിയിൽ വരയ്ക്കുന്നത്. അപ്പോൾ അതൊക്കെ ആ പ്രാർത്ഥിക്കുന്ന സമയത്ത് എനിക്ക് 2 തവണ മാതാവായിട്ട് സത്യം ചെയ്ത് മാതാവായിട്ട് പറയാണ്. 2 തവണ എനിക്ക് ഈ മാതാവിൻ്റെ സാന്നിധ്യം ഞാൻ അറിഞ്ഞിട്ടുണ്ട്. അതെങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സ്മെല്ലിൻ്റെ രൂപത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്ന സമയത്താണ് എനിക്കത് കിട്ടിയിരിക്കുന്നത് 2 തവണ. എന്ത് സ്മെല്ലാണെന്ന് ചോദിച്ചാൽ എനിക്ക് പറയാൻ അറിയില്ല. ഒരു സുഗന്ധമാണ്, ഒരു പ്രത്യേക സുഗന്ധമാണ്. ഞാൻ കുറേ ചുറ്റിലും നോക്കി എന്താണ് സ്മെല്ല്. ഞാനൊരു റൂമിൽ ഈ ഒരു മാതാവിൻ്റെ ഫോട്ടോ വെച്ച് ഈ മെഴുകുതിരിയും വെച്ച് ആ ഒരു റൂമിൽ അത് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല ആ റൂമിൽ. കുറേ തിരിഞ്ഞു നോക്കി, പക്ഷേ എനിക്കത് അപ്പം അറിയായിരുന്നു മാതാവിൻ്റെ ഒരു പ്രസൻസ് ആണതെന്ന്. കാരണം കുറേ പേര് സാക്ഷ്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അച്ഛൻ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ധ്യാനത്തിൽ. അപ്പോൾ എനിക്കറിയാം മാതാവ് കൂടെ ഉള്ളതിൻ്റെ ഒരു സൂചനയാണതെന്ന്. 2 തവണ എനിക്ക് അനുഭവിച്ചുകൊണ്ട് മാതാവിൻ്റെ സൂചനയാണെന്ന് എനിക്കറിയാം. അപ്പോൾ അത് 2ാമത്തെ കാര്യം. 3ാമത്തെ കാര്യം, ഇനി 4ാമത്തെ ലാസ്റ്റത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ എൻ്റെ സ്വന്തം ചേച്ചി, അവർ കുറേ ആയി ജോലിയൊക്കെ ഉണ്ട്, ടീച്ചറായിരുന്നു. പക്ഷേ കിട്ടിയതെല്ലാം പ്രൈവറ്റ് സ്ഥാപനങ്ങളിലാണ് കിട്ടിയതെല്ലാം. അപ്പോൾ ഒരു ഗവൺമെൻറ് ജോലി കിട്ടണം എന്നുള്ളത് കുറേ പരിശ്രമിച്ചു, പക്ഷേ എത്ര ശ്രമിച്ചിട്ടും അത് കിട്ടുന്നില്ല. അവസാനം എംപ്ലോയ്മെൻറ്റ് വിളിച്ചാലും മതി എന്നുള്ള രൂപത്തിലായിരുന്നു. അപ്പം ഞാനിവിടെ ഉടമ്പടി ഫസ്റ്റത്തെ ഉടമ്പടി വെച്ചതിൽ അവരുടെ കാര്യം കൂടെ ഞാനതിൽ ഉൾപ്പെടുത്തിയിരുന്നു. ആ ഉൾപ്പെടുത്തി ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ് അവർക്ക് എംപ്ലോയ്മെൻറ്റിൽ നിന്ന് കോള് വന്നത്. പക്ഷേ കോള് വന്നത് പിയൂൺ എന്ന് പറഞ്ഞ പോസ്റ്റിലേക്കാണ്. ആ പിയൂൺ എന്ന് പറഞ്ഞ പോസ്റ്റിലേക്ക് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. കാരണം പിയൂൺ എന്ന് പറഞ്ഞ പോസ്റ്റ് അവർ കുറച്ച് ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളാണ്. അപ്പോൾ പിയൂൺ എന്ന് പറഞ്ഞ പോസ്റ്റ് എത്രത്തോളം ജോലിയാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ എന്നാൽ കൂടെ അച്ഛൻ്റെ നിർബന്ധപ്രകാരം പോയി അവരവിടെ ജോയിൻ ചെയ്തു. ജോയിൻ ചെയ്യൽ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു.
ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അവിടെ ഉള്ള ഒരു സ്റ്റാഫ് അവരെ വേറെ റൂമിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ചോദിച്ചു, നിങ്ങൾ ഇവിടെ ജോയിൻ ചെയ്യുന്നുണ്ടോ? അപ്പോൾ അവർ പറഞ്ഞു, എന്നെ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഞാൻ എന്തായാലും ജോയിൻ ചെയ്യും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പിയൂൺ പോസ്റ്റ് വേണ്ട, നിങ്ങൾക്ക് ഒരു അറ്റൻഡർ പോസ്റ്റ് ഇവിടെ വേക്കൻ്റ് ആയിട്ട് കിടക്കുന്നുണ്ട്, നിങ്ങൾക്കത് തരാം. അങ്ങനെ ഒരിക്കലും ഒരു സ്ഥാപനവും, മെഡിക്കൽ കോളേജാണ്, കാലിക്കറ്റ് മെഡിക്കൽ കോളേജ് എന്നാണ് ഈ പറയുന്നത്, ഒരിക്കലും എംപ്ലോയ്മെൻറ്റ് കൊടുത്തിട്ടുള്ള ഇങ്ങനെ ഒരു പോസ്റ്റ് വേറൊരു പോസ്റ്റ് ആക്കിയിട്ട് കൊടുക്കില്ല. അത് എങ്ങനെ അവിടെ ഒരു ട്വിസ്റ്റ് നടന്നു എന്ന് എനിക്കറിയില്ല. അപ്പോഴാണ് എന്നോട് ചോദിച്ചത്, നീ കൃപാസനത്തിൽ പോയപ്പോൾ എന്നെ പറ്റി എന്തെങ്കിലും പ്രാർത്ഥിച്ചിരുന്നോ? ഞാൻ പറഞ്ഞു, അതെ, നിൻ്റെ ജോലിക്കാര്യം ഞാൻ അവിടെ നിയോഗം വെച്ചിട്ടുണ്ട്, ഞാൻ പ്രാർത്ഥിക്കാറുമുണ്ട്. അവർക്ക് അതിലേറെ സന്തോഷം വേറെ ഇല്ല. ഇവിടെ വരാൻ കുറേ വിചാരിച്ചു, പക്ഷേ ഇവിടേക്ക് എത്തിപ്പെടുന്നില്ല. എന്നാൽ കൂടെ എൻ്റെ നിയോഗത്തിൽ എൻ്റെ ചേച്ചി കൂടെ ഉണ്ട്. അപ്പോൾ ഈ ഒരു അനുഭവം ഒരിക്കലും മറക്കാൻ പറ്റാത്ത അനുഭവമാണ്. ഇനി അങ്ങോട്ടും ഇതേപോലെ തന്നെയായിരിക്കും. മാതാവിന് എൻ്റെ കാര്യം സാധിച്ചു, അതോടെ ഞാൻ ഇവിടെ നിർത്താണെന്ന് ഒരിക്കലും ഞാൻ വിചാരിക്കില്ല. ഇനി അങ്ങോട്ടും ഇതിൽ കൂടുതലേ ചെയ്യുള്ളൂ. കാരണം കാര്യം സാധിക്കാൻ വേണ്ടി മാത്രമല്ല, കുറേ മാതാവിനെ, അമ്മേനെ വിശ്വസിച്ച് ഇവിടെ വന്നവരുണ്ട്. എത്രയോ ദൂരത്തുനിന്ന് വരെ മാതാവിനെ വിശ്വസിച്ച് ഇവിടെ വന്നവരുണ്ട്. ആ വന്നവർക്കെല്ലാം എല്ലാം സാധിക്കണം. അവർ കുറേ വിഷമത്തിലുള്ള പലരും ഉണ്ട്. എല്ലാവർക്കും എല്ലാം സാധിക്കണം എന്ന് മാത്രമേ മനസ്സിൽ പ്രാർത്ഥനയുള്ളൂ. അപ്പോൾ ഇത്രയും അനുഗ്രഹം ഞങ്ങൾക്ക് ചൊരിഞ്ഞു തന്ന മാതാവിന് 1000 നന്ദി മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കാരണം ഇത്രയും കാലം ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. അത് നമുക്കത് ഫീൽ ചെയ്യും ഉറപ്പായിട്ട്. നമ്മൾ മനസ്സുകൊണ്ടാണ് അമ്മേനെ സ്നേഹിക്കുന്നതെങ്കിൽ ഉറപ്പായിട്ട് നമുക്കത് ഫീൽ ചെയ്യും. ഒരിക്കലും നമ്മൾ അവിശ്വസിക്കില്ല, അമ്മേനെ അവിശ്വസിക്കാൻ നമുക്ക് കഴിയില്ല. ഞാനൊരു ഹിന്ദു ആണ് ഇത് പറയുമ്പോൾ. അത് വിചാരിച്ച് എനിക്ക് ഹിന്ദു മതത്തിൽ എനിക്ക് വിശ്വാസമില്ല എന്നല്ല, ഞാൻ ഹിന്ദു മതത്തിൽ വിശ്വസിക്കുന്നവളാണ്. മുസ്ലിം മതത്തിൽ എനിക്ക് ഇഷ്ടമാണ്. കാരണം ഇവിടെ എല്ലാവരും ഉണ്ട്. ഇവിടെ ഈ ഒരു അമ്മയുടെ മുമ്പിൽ അമ്മ എല്ലാവർക്കും ഉള്ളതാണ്. അമ്മേൻ്റെ മുന്നിൽ ജാതി മതം അങ്ങനെയുള്ള ഒരു കാര്യം പോലും ഇല്ല. അതിന് തെളിവാണ് ഇവിടെ എല്ലാ മതത്തിൽപ്പെട്ടവരും ഇവിടെ ഇരിക്കുന്നത്. അതുകൊണ്ട് ഇത്രയും അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് തന്നിട്ടുള്ളത്. കാരണം ഞങ്ങൾ വീണ് പോവും. അച്ഛൻ്റെ ഒരു സാക്ഷി ഞാനിപ്പോൾ അടുത്ത് കേട്ടതേ ഉള്ളൂ. അതിൽ പറഞ്ഞിട്ടുണ്ട്, നീ വീഴാൻ പോകുന്ന സമയത്ത് എൻ്റെ ആത്മാവ് നിന്നിൽ വരും, നീ ജീവിക്കും. അതാണ് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ളത്. അങ്ങനെ ജീവിച്ച് വന്നതാണ് ഞാൻ. വീണ് പോയ സ്ഥലത്ത് നിന്ന് എണീറ്റ് വന്നതാണ്. അമ്മ എണീപ്പിച്ചതാണ് എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്, ഇനി വിചാരിക്കും ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് പരിശുദ്ധ അമ്മയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഇപ്പോൾ കേട്ട സാക്ഷ്യം ഈ സഹോദരി തന്നെ ഓൾറെഡി ഇതിനുള്ള കൺക്ലൂഷനും ഒക്കെ തന്നെ ചേർത്ത് പറഞ്ഞിട്ടുണ്ട്. അതിന് ഒരു കൺക്ലൂഷൻ്റെ ആവശ്യമില്ല. കാരണം ഇതിനെ ക്ലോസ് ആയിട്ട് സാക്ഷ്യങ്ങൾ കേൾക്കുകയും പ്രത്യേകിച്ച് ഉടമ്പടി ധ്യാനങ്ങൾ കൂടുകയും ഈ പറയുന്ന കാര്യങ്ങളിലൊക്കെ കഴിവിൻ്റെ പരമാവധി വിശ്വസ്തയോടുകൂടെ നിലനിൽക്കുന്നവർക്ക് ഉറപ്പായിട്ടും ഇതിൻ്റെ ഒരു അനുഭവം ഉണ്ടാകും എന്നുള്ള കാര്യം അച്ഛൻ എപ്പോഴും ആരാധനയിലെന്നല്ല, എല്ലാ ദിവസവും അച്ഛൻ സംസാരിക്കുമ്പോഴും പറയാറുള്ളതാണ്. അതിൻ്റെ ഉറപ്പ് തരുന്ന മറ്റൊരു സാക്ഷ്യം കൂടിയാണ് അവസാനം ഈ മകൾ പറഞ്ഞു നിർത്തുന്നതും അച്ഛൻ പറയാറുള്ളത്. ഈ ഉടമ്പടിയിൽ ഈ ജാതി മതത്തിനപ്പുറം നിങ്ങൾ വിശ്വസ്തയോടുകൂടി ദൈവസ്നേഹത്തെ പ്രതി ചെയ്യാൻ തയ്യാറാണെങ്കിൽ ഇവിടെ ആർക്കും വരാം, പ്രാർത്ഥിക്കാം, അമ്മ കൂടെ ഉണ്ടാകും എന്നുള്ള വലിയൊരു പാഠം. ഇത് പലപ്പോഴും ഉടമ്പടിയിൽ 2-3 വർഷം ജീവിക്കുന്നവർക്ക് പോലും ഈ ഒരു ബോധ്യം ലഭിക്കാറില്ല. പലപ്പോഴും അത് പരിശുദ്ധ അമ്മയുടെ ആ വലിയൊരു ബോധ്യം ഈ മകൾക്ക് ലഭിച്ചു. അതിനേക്കാളുപരി അമ്മ കൂടെയുണ്ടെന്ന അനുഭവങ്ങളിലൂടെ തന്നെ ഈ പ്രാർത്ഥനയുടെ സമയത്തുണ്ടായ സുഗന്ധത്തിൻ്റെ അഭിഷേകം എന്നൊക്കെ പറയുന്നത് ഒരു വ്യക്തിയല്ല, പല വ്യക്തികളായിട്ട് ഇവിടെ പലപ്പോഴായിട്ട് സാക്ഷ്യത്തിൽ പറയാറുള്ള. ഇപ്പം നമുക്കിങ്ങനെ അമ്മ കൂടെയുണ്ട്, ഇനി മുൻപോട്ടുള്ള ജീവിതത്തിലൊക്കെയും തടസ്സങ്ങളൊക്കെ വരുമ്പോഴും പരിശുദ്ധ അമ്മ കൂടെയുണ്ടെന്നുള്ളൊരു വലിയൊരു വിശ്വാസത്തിൻ്റെ ആഴപ്പെടലും പറഞ്ഞു. അപ്പോൾ ഈ പറയുന്ന ഒരു കാര്യം ഇത് ചെയ്യുമ്പോഴൊന്നും ഒരുപാട് ഭാരപ്പെട്ടല്ല ചെയ്തിരുന്നുള്ള, ആദ്യം കൊടുത്തപ്പോഴുള്ളൊരിതല്ല, പിന്നീട് സന്തോഷത്തോടെ രക്ഷപ്പെടുന്നവരൊക്കെ രക്ഷപ്പെടട്ടെ, പ്രാർത്ഥനയിലേക്ക് കടന്നവരൊക്കെ പ്രാർത്ഥനയിൽ കടന്നു വരട്ടെ എന്നുള്ള ബോധ്യത്തോടു കൂടി മറ്റുള്ളവരെ സഹായിക്കാനും മറ്റുള്ളവരിലേക്ക് പ്രേക്ഷിത പ്രവർത്തനത്തിലൂടെ അമ്മ മാതാവിനെക്കുറിച്ചും ഈശോനെക്കുറിച്ചും പറയാനും ഇറങ്ങിത്തിരിക്കുമ്പം സ്വാഭാവികമായിട്ടും അവരുടെ ജീവിതത്തിൽ അടയാളങ്ങളിലൂടെ ദൈവം സംസാരിക്കും. അതും അവസാനം മകൾ തന്നെ പറയുന്നുണ്ട്, വിശ്വസിച്ച് ഇതിനോട് ചേർന്ന് നിൽക്കുന്നവരുടെ കൂടെ വിശ്വസ്തനായ ദൈവം ചേർന്ന് നിൽക്കും. അങ്ങനെ ഏറ്റവും ദൈവകൃപ ലഭിച്ച ഈ ഒരു ജീവിതത്തിൻ്റെ സാക്ഷ്യം കേൾക്കുന്ന നിങ്ങൾക്കും
അപ്പോൾ ഇനി ഭാവിയിൽ ഓൺലൈനിലൂടെ കേൾക്കാനിരിക്കുന്നവർക്കും ഇത് വലിയൊരു തിരിച്ചറിവാകട്ടെ. ഇത് ഉടമ്പടി എടുത്തതുകൊണ്ട് കാര്യം നടന്നു എന്നുള്ള തിരിച്ചറിവല്ല, ഉടമ്പടി പറയുന്ന കാര്യങ്ങൾ ചെയ്തതുകൊണ്ട്, ദൈവസ്നേഹത്തിൽ നിറഞ്ഞതുകൊണ്ട് അമ്മ കൂടെ നിന്നു എന്നതിൻ്റെ വലിയൊരു ഓർമ്മപ്പെടുത്തലാകട്ടെ ഈ സാക്ഷ്യമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. അപ്പോൾ നമുക്കിപ്പോൾ ഇവിടെ ഇരിക്കുന്നവർക്ക് നമുക്ക് നിറഞ്ഞ കൈകളടിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയ്ക്ക് നന്ദി പറയാം.